ഹായ് ഓൾ, എല്ലാവർക്കും കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ UGC നെറ്റ് പേപ്പർ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൽട്ട് ലേണേഴ്സ് എന്ന ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് അഡൽട്ട് ലേണേഴ്സ് ആരാണെന്ന് നമുക്ക് നോക്കാം. അഡൽട്ട് ലേണേഴ്സ് ആർ സെൽഫ് ഡയറക്റ്റഡ്, ഗോൾ ഓറിയന്റഡ് ആൻഡ് ലേൺ ബെസ്റ്റ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ. ദിസ് അപ്രോച്ച് ഈസ് നോൺ ആസ് ആൻഡ്രഗോഗി, എ കൺസെപ്റ്റ് പോപ്പുലറൈസ്ഡ് ബൈ മാൽക്കോം നോലസ്. അപ്പോൾ അഡൽട്ട് ലേണേഴ്സ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു സെൽഫ് ഡയറക്ഷൻ, ഗോൾ ഓറിയന്റഡ്, അവർക്കൊരു ഗോൾ കാണും. എന്തിനാണ് അവർ പഠിക്കുന്നത് എന്നൊരു ലക്ഷ്യം അവർക്ക് കാണും. കൂടുതലും അവർ സ്വന്തമായിട്ടാണ് അവർ എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ റിസർച്ച് ചെയ്ത് സ്വന്തമായിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അത് പഠിക്കുന്നത്. ടീച്ചേഴ്സ് പറയുന്നത് മാത്രം അവർക്ക് അവർ അങ്ങനെ പഠിക്കാൻ അവർക്ക് താല്പര്യമില്ല. കൂടുതൽ അവർ റിസർച്ച് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുന്നു. സ്വന്തമായിട്ട് തന്നെ പഠിക്കാനുള്ള ഒരു കഴിവുള്ളവരാണ് ഈ അഡൽട്ട് ലേണേഴ്സ്. ഈ ഒരു ടൈപ്പ്, അതായത് അവർ കൂടുതലും പ്രാക്ടിക്കൽ, അവരുടെ ജോബിന് വേണ്ടി ആവശ്യമുള്ള പ്രാക്ടിക്കൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആവശ്യമുള്ള ക്ലാസ്സസ് അല്ലെങ്കിൽ കോച്ചിങ്സ് ആണ് അവർ കൂടുതലും എടുക്കാറ്, അല്ലേ? ദിസ് അപ്രോച്ച് ഇസ് നോൺ ആസ് ആൻഡ്രഗോഗിയാണ്. ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ സ്കിൽസ് വഴി അവർ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ആൻഡ്രഗോഗി എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് മാൽക്കോം നോലസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. നെക്സ്റ്റ് ടോപ്പിക്, അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൽട്ട് ലേണേഴ്സ്. അപ്പോൾ അഡൽട്ട് ലേണേഴ്സ് അവർ കൂടുതൽ പ്രാക്ടിക്കൽ ആൻഡ് പ്രോബ്ലം സെൻറ്റേർഡ് ലേണിംഗ് ആണ് അവർ ഇഷ്ടപ്പെടുന്നത്. അഡൽട്ട്സ് തിയറി മാത്രം പഠിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അവർ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലേണിംഗ് ആണ് അവർ പ്രിഫർ ചെയ്യാറ്. വാല്യൂ ഫ്ലെക്സിബിലിറ്റി, അതായത് അവർക്ക് ജോബ് കാണും, ഫാമിലി കാണും, റെസ്പോൺസിബിലിറ്റി കാണും, ഇതെല്ലാം കാണും. അപ്പോൾ അവർക്ക് ടൈം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫ്ലെക്സിബിൾ ടൈമിങ്ങിൽ ലേൺ ചെയ്യാൻ വേണ്ടിയാണ് അവരെപ്പോഴും ആഗ്രഹിക്കാറ്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ലേണേഴ്സ്, അവർ ഒരു ടീച്ചറിനെ മാത്രം ആശ്രയിക്കാറല്ല, അവർ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള, അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ആവശ്യമുള്ള കാര്യങ്ങളാണ് അവർ പഠിക്കാറ്. നെക്സ്റ്റ്, സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൽട്ട് ലേണേഴ്സ്. അഡൽട്ട്സ് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുമാണ് വരുന്നത്. അതുകൊണ്ട് അവർ ഡൈവേഴ്സ് എക്സ്പീരിയൻസ് ക്ലാസ് റൂമിൽ കൊണ്ടുവരുന്നു. അവർ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുകയും അവരിൽ നിന്നും തിരിച്ച് റെസ്പെക്റ്റ് പ്രതീക്ഷിക്കുന്നു. അഡൽട്ട്സ് കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് ഇഷ്ടപ്പെടുന്നത്, അതായത് മറ്റുള്ളവരിൽ നിന്നും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നു, ഇവരുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയൊരു വൈഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ എക്സ്പീരിയൻസ് വഴി അവർക്ക് എന്ത് ചെയ്യാം, കുറേ ന്യൂ കാര്യങ്ങൾ, ഐഡിയാസും ഇൻഫർമേഷൻസും ഒക്കെ ലഭിക്കുന്നു. നെക്സ്റ്റ് ഇസ് ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൽട്ട് ലേണേഴ്സ്. അവർ അഡൽട്ട്സ് അഡോളസൻസിനേക്കാളും ഇമോഷണലി കുറച്ചും കൂടെ സ്റ്റേബിൾ ആണ്. പക്ഷേ അവർക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും അവർ വീണ്ടും ഒരു എഡ്യൂക്കേഷന് വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അവർ പാസ്സാകുമോ എന്നുള്ള ഒരു കോൺഫിഡൻസ് കുറവ് അവർക്കുണ്ടാകും. അതാണ് വേരിയിങ് കോൺഫിഡൻസ്. നെക്സ്റ്റ് സെൽഫ് ഇംപ്രൂവ്മെന്റ് ഡ്രിവൻ, അതായത് അവരെപ്പോഴും അവരുടെ മോട്ടിവേഷൻ എന്തായിരിക്കും, കരിയറിന് ഒരു ഗ്രോത്ത് ആണ് അവരുടെ എപ്പോഴും ഗോൾ. സപ്പോർട്ടീവ് എൻവയോൺമെന്റ്, അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു പോസിറ്റീവായിട്ടും അപ്രീഷിയേറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഒരു ലേണിംഗിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഇസ് കൊഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൽട്ട് ലേണേഴ്സ്. അപ്പോൾ അഡൽട്ട് ലേണേഴ്സ് ഇൻഫോർമേഷൻ അനലൈസ് ചെയ്യാനും സിന്തസൈസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും കഴിവുള്ളവരാണ്. അവർ ബ്ലൂംസ് ടാക്സോണമിയിലെ ഹയർ ലെവൽ തിങ്കിങ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അവർ റീസണിങ്ങും ആൻഡ് റിഫ്ലക്ഷൻസും അവരെന്ത് ചെയ്യുന്നു, അഡൽട്ട്സിൻ്റെ ഒരു മേജർ സ്ട്രെങ്ത് ആണ്. തിയറി അവർ റിയൽ ലൈഫുമായിട്ട് ലിങ്ക് ചെയ്താണ് അവർ പഠിക്കുന്നത്. അഡൽട്ട്സ് സ്വന്തമായി എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാനാണ് അവർക്ക് കൂടുതലും ആഗ്രഹം. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഡയറക്റ്റ് ആൻസേഴ്സ് കൊടുക്കുന്നതിനെക്കാട്ടി ഡിസ്കഷനാണ് അവരെ കൂടുതലും എൻകറേജ് ചെയ്യാറ്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ അഡോളസൻസ് ആൻഡ് അഡൽട്ട്സ് ലേണേഴ്സ് ആണ്. അപ്പം അക്കാഡമിക്കിൻ്റെ വ്യൂ പോയിന്റിൽ പറയുവാണെങ്കിൽ അഡോളസൻസിന് നീഡ് ഗൈഡൻസ് ആവശ്യമുണ്ട്, അവർക്കൊരു സ്ട്രക്ചേർഡ് എഡ്യൂക്കേഷനും ആവശ്യമുണ്ട്. അഡൽട്ട്സിനാണെങ്കിൽ അവർ സെൽഫ് ഡയറക്റ്റഡ് ആണ്, അവർക്ക് കൂടുതലും പ്രാക്ടിക്കൽ സ്കിൽസ് ആണ് ആവശ്യം. സോഷ്യലി പറയുകയാണെങ്കിൽ അവരെ പിയർ, അതായത് അഡോളസൻസിനെ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പക്ഷെ അഡൽട്ട്സിനെ ആണെങ്കിലോ അവർ ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് അവർ നടക്കുന്നത്. അതായത് അവർ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ ഒരുമിച്ച് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താണ് അവർ പഠിക്കുന്നത്. ഇമോഷണലി എന്ന് വെച്ചാൽ അഡോളസൻസുകാർ വളരെ സെൻസിറ്റീവാണ്, അൺസ്റ്റേബിളും ആണ്. പക്ഷെ അഡൽട്ട്സ് മെച്യൂറുമാണ്, അവർക്ക് സെൽഫായിട്ടുള്ള അവയർനെസ്സും ഉണ്ടാവും. പിന്നെ കൊഗ്നിറ്റീവ് രീതിയിലാണ് പറയുകയാണെങ്കിൽ അഡോളസൻസ് അബ്സ്ട്രാക്ട് റീസണിങ് ആണ് അവർക്ക് എമേർജ് ചെയ്യുന്നത്.
ഇവിടെ അഡൽസിനാണെങ്കിൽ അനലിറ്റിക്കൽ ആൻഡ് റിഫ്ലക്റ്റീവ് ആണ് നോളജ് ആണ് അവർക്ക് അവിടെ ഉണ്ടാവുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അഡോളസെൻസിന് എന്താണ്, എക്സ്റ്റേണൽ ആണ് മോട്ടിവേഷൻ. അഡൽസിനാണെങ്കിൽ എന്താണ്, ഇന്റേണൽ ആണ് അല്ലേ. അതായത് അവർക്കായിട്ട് അവരുടെ ഒരു കരിയറിന് ഗ്രോത്ത് വേണം എന്നാണ് പറഞ്ഞാണ് അവരെന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത് അഡൽട്സ് ലേണേഴ്സ്. പക്ഷെ അഡോളസെൻസിൽ എന്താണ്, ടീച്ചേഴ്സ് അല്ലെങ്കിൽ പാരൻസിന്റെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടിയിരിക്കും അവർ കൂടുതൽ അല്ലെ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് വേണ്ടിയായിരിക്കും അവരെന്താവുന്നത്, മോട്ടിവേറ്റ് ആവുന്നത്. ടീച്ചേഴ്സിന്റെ റോൾ എന്ന് വെച്ചാൽ അഡോളസെൻസിൽ അവർ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഗൈഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ അഡൽട്ട് ലേണേഴ്സിൽ അവരൊരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ പാർട്ട്ണർ ആയിട്ടാണ് അവർ ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ലേണേഴ്സ്. ഒരു ക്ലാസ് റൂമിൽ രണ്ട് ലേണേഴ്സും എക്സാക്ട്ലി സെയിം ആയിരിക്കില്ല. ഓരോ ലേണേഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ ഇൻ്റലിജൻസ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ്, ലേണിംഗ് സ്റ്റൈൽ, ബാക്ക്ഗ്രൗണ്ട് എന്നിവയെല്ലാം എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർ ഫാസ്റ്റ് ആയിട്ട് ലേൺ ചെയ്യും, ചിലർ സ്ലോ ആയിട്ട് ലേൺ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ടീച്ചർ എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ എന്ത് ചെയ്യണം, ഒരുപോലെ രീതിയിൽ തന്നെയാണ് അവരെ കണക്കാക്കേണ്ടത്. നെക്സ്റ്റ് ഈസ് കോസസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് പ്രധാനമായിട്ടും 3 കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവും. ഒന്ന് ഹെറിഡിറ്ററി, രണ്ടാമത്തെ എൻവയോൺമെന്റ്, മൂന്നാമത്തെ സോഷ്യോ എക്കണോമിക് ഫാക്ട്. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ പാരൻസിൽ നിന്നും ലഭിക്കുന്ന ജനറ്റിക് ട്രേറ്റ്സ് കാരണമാവാം. എക്സാമ്പിൾ ഇന്റലിജൻസ്, നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, ഇതെല്ലാം ഇതിന് കാരണം. നെക്സ്റ്റ് ഈസ് എൻവയോൺമെന്റ്. നമ്മുടെ ഫാമിലി, സ്കൂൾ, ഫ്രണ്ട്സ്, കൾച്ചർ, സൊസൈറ്റി, ഇതൊക്കെ കൊണ്ടാണ് ലേണേഴ്സിന്റെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്മെന്റിനെ അത് ഇൻഫ്ലുവൻസ്, എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാം. നെക്സ്റ്റ് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്. നമ്മുടെ ഫാമിലി, ഇൻകം, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, റിസോഴ്സ്, എക്സ്പോഷർ, ഇതൊക്കെ നമ്മുടെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ്. ടീച്ചേഴ്സ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? 3 ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഫസ്റ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. സ്റ്റുഡൻസിന് നീഡ് അനുസരിച്ച് ടീച്ചിങ് മെത്തേഡ്സ് മാറ്റണം. ഫ്ലെക്സിബിൾ അസസ്മെന്റ്. ഒരു അസസ്മെന്റ് മെത്തേഡ്സ് മാത്രം യൂസ് ചെയ്യാതെ ഡിഫറെൻറ്റ് അസസ്മെന്റ് ടെക്നിക്സ് അവർ യൂസ് ചെയ്യണം. മൂന്നാമത്തത് എൻകറേജ് കോഓപ്പറേഷൻ ആണ്. പിയർ ലേണിംഗ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് അവരെ എൻകറേജ് ചെയ്യണം. ഇതുകൂടാതെ ലേണേഴ്സ് പരസ്പരം അവരെന്ത് ചെയ്യും, അപ്പം സപ്പോർട്ട് ചെയ്യാനും നന്നായി പഠിക്കാനും ഇത് അവരെ സഹായിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബ്, clear concept for smarter study. Thank you for watching. See you in next class.